നമസ്കാരം. ഡൽഹിയിൽ 9 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയത് സ്വന്തം അച്ഛനാണ്. രാജ്കോട്ടിൽ പോക്സോ കേസിലെ പ്രതികൾ പിടിയിലായത് സംഭവം നടന്ന് 780 ദിവസങ്ങൾക്ക് ശേഷം. അതും മറ്റൊരു കൊലപാതകത്തിൽ പിടിയിലായി. ഹരിയാനയിലെ ഒരു ഫ്ളാറ്റിൽ നിസാര കാരണത്തെ ചൊല്ലി നടന്ന തർക്കത്തിനൊടുവിൽ കൊല്ലപ്പെട്ടത് 3 പേരാണ്. വിശദമായി നോക്കാം. സ്വാഗതങ്ങൾ നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ഒൻപത് മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ്. ഞായറാഴ്ച അവളെ കാണാതായി. പതിവ് പോലെ തന്നെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. ഒടുക്കം പുറത്തു വന്ന വിവരം ഞെട്ടിക്കുന്നതാണ്. പിതാവ് തന്നെ മകളെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളുകയായിരുന്നു. എന്തിനാകും അയാൾ ആ ക്രൂരത ചെയ്തത്? അതും ഒന്നും തിരിച്ചറിയാൻ പ്രായമാകാത്ത ഒരു പിഞ്ചു കുഞ്ഞിനോട്. വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ മുകുന്ദ്പൂരിലാണ് 9 മാസം പ്രായമായ കുഞ്ഞിനെ സ്വന്തം പിതാവ് തന്നെ കൊലപ്പെടുത്തിയത്. ശനിയാഴ്ച രാത്രിയായിരുന്നു കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. എല്ലായിടത്തും തെരഞ്ഞിട്ടും കുട്ടിയെ കണ്ടെത്താനാകാതെ വന്നതോടെയാണ് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുന്നത്. പോലീസിന് മാതാപിതാക്കൾ നൽകിയ വിവരം ഇങ്ങനെയായിരുന്നു. പാൽ വാങ്ങാനായി പുറത്തുപോയ പിതാവ് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ബോധരഹിതരായി കിടക്കുന്ന ഭാര്യയെയും മൂത്ത മകളെയുമായിരുന്നു. ഭർത്താവ് ഏറെ നേരം തട്ടി വിളിച്ചപ്പോഴാണ് താൻ ഉണരുന്നതെന്ന് ഭാര്യയും പോലീസിന് മൊഴി നൽകി. എനിക്ക് ബോധം വന്നപ്പോഴാണ് എന്റെ മൂത്ത മകളും അബോധാവസ്ഥയിലായിരുന്നുവെന്ന് താൻ മനസ്സിലാക്കിയതെന്നും അപ്പോൾ ഇളയ മകളെ കാണാനില്ലായിരുന്നുവെന്നുമാണ് അവർ പോലീസിനോട് പറഞ്ഞത്. ഈ കുഞ്ഞിന്റെ അമ്മയാകട്ടെ വീട്ടിൽ നിന്നും അധികമൊന്നും പുറത്തു പോകാത്ത ഒരു സ്ത്രീ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നുള്ള സാധ്യതയൊന്നും തനിക്കറിയില്ലെന്നായിരുന്നു അവരുടെ മറുപടി. എന്നാൽ പോലീസിനെ സംശയത്തിലാക്കിയത് പിതാവ് നൽകിയ ചില മറുപടികളാണ്. പിതാവിനെ ചോദ്യം ചെയ്തപ്പോൾ നൽകിയ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇയാൾക്കുമേൽ അന്വേഷണ സംഘത്തിന് സംശയം ജനിപ്പിക്കാനുണ്ടായ പ്രധാന കാരണം. കൂടുതൽ ചോദ്യം ചെയ്യലിൽ ആ സംശയം ശരിയാവുകയും ചെയ്തു. ആ പിതാവ് തന്നെയായിരുന്നു 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ തിരോധാനത്തിന് പിന്നിൽ. വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് ഭാര്യയ്ക്കും മകൾക്കും ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയ ശേഷം ഇയാൾ തന്നെയായിരുന്നു സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലുന്നതും പിന്നീട് സമീപത്തെ സെപ്റ്റിക് ടാങ്കിൽ തള്ളുന്നതും. കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്ത പോലീസ് പിതാവിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണിപ്പോൾ. मेरे 9 बजे हमारे पास कॉल आई थी कि बच्ची 9 महीने की बच्ची घर से लापता हो गई और पुलिस प्रशासन आया था। एसएचओ साहब, एसीपी साहब, डीसीपी साहब, क्राइम की टीम पूरी आई थी। पुलिस का पहली बार मैं धन्यवाद करता हूँ, दिल से धन्यवाद करता हूँ कि पुलिस ने मेहनत करी। अब ये पता लगा कि पिता ने पता लग रहा है कि पिता ने ही बच्ची की हत्या करी है और उसे गटर के अंदर डाल दिया गया है और गटर के अंदर बच्ची देखी गई है, उसे निकाल रहे हैं। ये मुगनपुर में और क्या पूरे दिल्ली में, पूरे देश में दिल जलाने वाली घटना है। इस पर सख्त कार्रवाई होनी चाहिए और इसमें जितने भी लोग मिले हैं, चाहे परिवार का हो, चाहे अड़ोस का हो, चाहे पड़ोस का हो. ഇതാണ് വിഷയത്തിൽ പോലീസ് നൽകിയ വിശദീകരണം. കേസിൽ കൂടുതൽ കുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ടോ എന്നൊരു സംശയവും ഇപ്പോൾ പോലീസിനുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കൂ. മകൻ പുറത്തു പോകുന്നത് വരെ കുഞ്ഞ് വീട്ടിലുണ്ടായിരുന്നുവെന്നും പ്രതി പുറത്തു പോയതിനു ശേഷമാണ് കുഞ്ഞിനെ കാണാതായതെന്നും കുട്ടിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. मेरे को नहीं बेटा कुछ पता, मैं इस घर में सोती रात को मैं 11 बजे आई। 3-4 दिन से मेरी बस बड़ी भाई बेटी है ना, उसको मारा उसने कल सवेरे। तो मैं बोली तेरे हाथ कटेंगे, तू लड़की को ऐसे मारा, तेरी लड़की की बत पड़ गई है। मुझे बोला तुम्हारा कोई मतलब नहीं है इसमें बोलने का, मेरा बच्चा मैं कुछ भी करूँ। मैं रोज पीटी के 2-4 बातें घर में और हुई, मैं रोज पीटी के अपने घर में आ गई। मैं काम पे चली गई, मैं पूरे दिन रोई। मैं संग मारने से पूछो, मैं पूरे दिन रोई। लड़कियों को माता मेरा करेगा लेकर जाता। मैं तो ऐसी तुम भाग दौड़ कर सुबह सामने सभी से भाग रहे हैं, भूखे प्यासे हमें बुरी लगती है। हमारे 3 है और जो दुआई भाई तो मैं तो नहीं पड़ती, मैं तो मैं तोड़ो मैं पाल देते एक आधा को तो कट जाते दुआई काट की साथ ही। पता नहीं इनमें क्या हो गई, मैं बीवी में कुछ बात हो गई होगी, उस बात को तो मुझे पता नहीं। मैं तो उस घर में सो रहा था, ये इसमें सो रहे थे। ഇനി എന്തിനു വേണ്ടിയാണ് ഇയാൾ കുട്ടിയെ കൊന്നത് എന്നതിനടക്കമുള്ള ഉത്തരമാണ് ലഭിക്കേണ്ടത്.
പോലീസ് ഇപ്പോൾ സംഭവത്തിൽ വിശദമായ അന്വേഷണവും ചോദ്യം ചെയ്യലും നടത്തുകയാണ്. ഇയാൾക്ക് എങ്ങനെ ഇത്ര നിസ്സാരമായി ഭാര്യയെയും മൂത്ത മകളെയും മയക്കിക്കിടത്തി കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലാൻ സാധിച്ചു എന്നതിൽ പോലീസ് സംശയം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതും കൂടി പോലീസ് അന്വേഷിക്കുന്നത്. വൈകാതെ തന്നെ കൊലപാതകത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസിന് സാധിക്കട്ടെ. രാജ്കോട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതികൾ 780 ദിവസങ്ങൾക്ക് ശേഷം പിടിയിലായിരിക്കുന്നു. എന്നാൽ പ്രതികൾ പിടിയിലായത് മറ്റൊരു കൊലപാതക കേസിലാണ്. കൊല്ലപ്പെട്ടതാകട്ടെ അതേ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ അമ്മാവൻ. മെയ് 20-നാണ് രാജ്കോട്ടിലെ പതാരി താലൂക്കിലെ ഖഗദബേല ഗ്രാമത്തിൽ പ്രായപൂർത്തിയാകാത്ത ഇരയുടെ 43 വയസ്സുള്ള അമ്മാവനെ പ്രതികൾ പിന്തുടർന്ന് കൊലപ്പെടുത്തിയത്. പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് ഏകദേശം 2 വർഷം പിന്നിട്ടിട്ടും പ്രതികൾ അതേ നാട്ടിൽ സ്വൈരവിഹാരം നടത്തുന്നുവെന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. 43-കാരൻ കൊല്ലപ്പെട്ടതോടെയാണ് രാജ്കോട്ടിൽ സംഭവം വീണ്ടും വിവാദമാകുന്നത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. 2024 ഏപ്രിൽ 4-നാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം IPC സെക്ഷൻ 376 പ്രകാരവും പോക്സോ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരവും പതാരി പോലീസ് സ്റ്റേഷനിൽ ഒരു ബലാത്സംഗ പരാതി രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ പ്രതികളായി രേഖപ്പെടുത്തിയിരുന്നത് മഹേന്ദ്ര സിംഗ്, യശ്പാൽ സിംഗ്, അജയ് സിംഗ് ജഡേജ എന്നീ 3 പേരുകളാണ്. FIR രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ 3-ാം പ്രതിയായ അജയ് സിംഗ് ജഡേജയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മഹേന്ദ്ര സിംഗ്, യശ്പാൽ സിംഗ് എന്നിവർ 2 വർഷത്തിലേറെയായി ഒളിവിൽ കഴിയുകയായിരുന്നു. തുടക്കത്തിലൊക്കെ പോലീസ് കാര്യമായ തെരച്ചിലൊക്കെ നടത്തിയെങ്കിലും പിന്നീട് ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2 വർഷത്തിനു ശേഷം അതേ പെൺകുട്ടിയുടെ അമ്മാവനെ ഒളിവിൽ പോയ ഈ 2 പ്രതികളും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. രാത്രി 8:30ഓടെ ഇരയുടെ അമ്മാവൻ തന്റെ കാറിലെത്തിയപ്പോഴാണ് പ്രതികൾ അവരുടെ കാർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇടിച്ചു കയറ്റുകയും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊല്ലുകയും ചെയ്തത്. ഈ വാർത്ത പുറത്തു വന്നതോടെ 2 വർഷം മുൻപുള്ള ബലാത്സംഗ കേസും ചർച്ചയാവുകയായിരുന്നു. 2 വർഷത്തോളമായി പ്രതികളെ കണ്ടെത്താതെ ഇപ്പോൾ ഇരയുടെ അമ്മാവനെ വരെ അവർ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ പോലീസിന്റെ അനാസ്ഥയെ ചൂണ്ടിക്കാട്ടി വലിയ വിമർശനമാണ് അവിടെ ഉയർന്നു വന്നത്. തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. ત્યારથી આજે રાત્રિમાં સવારે 3 વાગ્યાની આજુબાજુમાં આ બંને આરોપીઓને ઝડપી પાડવામાં આવ્યા છે. આમાં 3 છરીઓ ઘટના સ્થળથી બરામદ કરવામાં આવી છે અને બંને ગાડીઓ ત્યાં જો સ્ક્રેચ માર્ક્સ છે એ છરી એ તમામ વસ્તુ FSLમાં મોકલવામાં આવી છે. હાલ આરોપીઓના ફોન પણ રિકવર કરવામાં આવ્યા છે અને અમુક જો સંદિગ્ધ લોકો છે એના પણ ફોન રિકવર કરવામાં FSLમાં મોકલવાની કાર્યવાહી હાલ ચાલુ છે. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായി മഹേന്ദ്ര സിംഗും യശ്പാൽ സിംഗും കഴിഞ്ഞ 2 വർഷമായി രാജസ്ഥാനിലെ വിവിധ ഭാഗങ്ങളിലാണ് സഞ്ചരിച്ചത്. മാത്രമല്ല പോലീസ് പുതിയ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്നറിയാൻ ബന്ധുക്കളുമായും ഇവർ നിരന്തരം ഫോൺ വഴി ബന്ധപ്പെടുമായിരുന്നു. കൂടാതെ ഒളിവിൽ കഴിയുന്നതിനിടയിൽ പ്രതികൾ ഇടയ്ക്കിടെ അഡ്രസ്സും മാറ്റിയിരുന്നു. ഈ സമയത്തിനിടയിൽ ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ കുടുംബത്തിനു മേൽ കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതികൾ പലതവണ സമ്മർദ്ദം ചെലുത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി ട്രാക്ടർ ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് മഹേന്ദ്ര സിംഗിന്റെ പിതാവ് രഞ്ജിത് സിംഗ് ജഡേജയ്ക്കെതിരെയും പ്രത്യേക പരാതി ഫയൽ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ കേസ് കൈകാര്യം ചെയ്ത 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾ ഇത്രകാലം ഒളിവിൽ കഴിഞ്ഞതിനെപ്പറ്റി വിശദമായി പരിശോധിക്കാൻ ഇപ്പോൾ പുനരന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അച്ഛനെയും മകനെയും നടുറോഡിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് അക്രമികൾ. ബൈക്കുകൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് നടന്ന തർക്കമാണ് ഒടുക്കം കൊലപാതകത്തിൽ കലാശിച്ചത്.
യശോദ നഗറിലെ വൃന്ദാവൻ ഗസ്റ്റ് ഹൌസിന് മുന്നിലാണ് ഈ ക്രൂര കൊലപാതകം നടക്കുന്നത്. ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് അച്ഛനെയും മകനെയും അക്രമി സംഘം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഒപ്പമുണ്ടായിരുന്ന മൂന്നാമത്തെ മകൻ സത്യം ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 60-കാരനായ ത്രിവേദി, മകൻ ശിവം എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാത്രി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവരുടെ വാഹനം മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടശേഷം ഇരു വിഭാഗങ്ങളും തമ്മിൽ തുടങ്ങിയ തർക്കമാണ് ഒടുക്കം കൊലപാതകത്തിലേക്ക് എത്തിയത്. അക്രമി സംഘം ഹെൽമറ്റും കത്തിയും ഇഷ്ടികയും അടക്കം ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. ക്രൂരമായ മർദ്ദനത്തിന് ശേഷം പ്രതികൾ ചേർന്ന് 3 പേരെയും കത്തികൊണ്ട് കുത്തുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വിവരം ലഭിച്ച ഉടൻ തന്നെ നവബസ്ത പോലീസ് സ്ഥലത്തെത്തി. പരിക്കേറ്റ 3 പേരെയും ഹാലറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പരിശോധനയ്ക്ക് ശേഷം അച്ഛനും ശിവവും മരിച്ചതായി ഡോക്ടർമാർ പറയുകയായിരുന്നു. സത്യം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. बाइक टक्कर मारी, उनसे हमने थोड़ा सा बोला भैया धीमे चला करो, तो लोग नहीं माने, कह रहे हैं साइड में आओ, बताते हैं धीमे चला जाता है। वो लोग ले गए, हेलमेट से हमला किया। वो लोग 3 लोग थे, एक को हमने पकड़ भी लिया था। पापा को किस चीज से मारा, भाई को किस चीज से मारा, वो लोग खत्म हो गए हैं। हमें भी मारा है, लेकिन हमारे यहाँ पे लगी है। हमारे भी अगर यहाँ लग जाती तो, और हम वहाँ मत लोग ले गए, दोनों जिंदा थे, भाई भी हाँ, नो आइडिया कोई कुछ। आप लोग कैसे जा रहे थे? वो लोग हम लोग बाइक से थे, वो भी बाइक से थे। क्या हुआ? मतलब वृंदावन के सामने पेट्रोल पंप है, वहाँ पे क्रॉस होने के लिए क्रॉस होते हैं, तो हम लोग क्रॉस हो रहे थे, तो उधर से बाइक वाला आया। अपाचे गाड़ी थी, 3 लड़के थे उसमें, तीनों ने पी रखी हो ना पी रखी मुझे कोई नो आइडिया। उसके बाद हमें ले गए उधर, कह रहे साइड में आओ, बताते हैं कैसे करते हैं वहाँ। ठीक है। കിദ്വായ് നഗറിലെ കനക് മാർബിൾ ഷോപ്പിലാണ് ഇവർ 3 പേരും ജോലി ചെയ്തിരുന്നത്. ഞായറാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഇരുവരുടെയും നെഞ്ചിലും വയറിലും മുഖത്തുമടക്കം നിരവധി കുത്തേറ്റതായി ഡോക്ടർമാർ പറഞ്ഞു. പരിക്കേറ്റ മൂത്ത മകനും മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. നാട്ടുകാരിൽ ചിലർ ചേർന്ന് പ്രതികളിൽ ഒരാളെ ബലമായി പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മറ്റ് 2 പ്രതികളെ ഇന്ന് പിടികൂടുകയും ചെയ്തു. കൂട്ടുകാരനുമൊത്ത് ഹാമർപൂരിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇവർ പിടിയിലാകുന്നത്. പോലീസിനെ കണ്ടയുടനെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഒടുക്കം പ്രതികൾക്ക് നേരെ വെടിയുതിർത്ത ശേഷമാണ് അവരെ പോലീസ് പിടികൂടുന്നത്. പ്രധാന പ്രതിയായ കരണിന്റെ 2 കാലുകളിലാണ് വെടിയേറ്റത്. ഇയാളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതികളെല്ലാം ആക്രമണ സമയത്ത് മദ്യപിച്ചിരുന്നുവെന്നാണ് നാട്ടുകാർ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. പ്രധാന പ്രതിയായ കരണിനെതിരെ നവബസ്ത പോലീസ് സ്റ്റേഷനിൽ ആക്രമണം, കൊലപാതകം എന്നിവയുൾപ്പെടെ 5 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2023 കരൺ ഒരു യുവാവിനെ ആക്രമിക്കുകയും ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ആ യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതിൽ ജയിലിലായിരുന്ന കരൺ 1 വർഷത്തിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. കരൺ പലപ്പോഴും ഒരു കത്തി കൂടെ കൊണ്ട് നടക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. ഇതിൽ പോലീസ് നൽകിയ വിശദീകരണം കൂടി അതിലേക്ക് വരാം. അമിത രക്തസ്രാവം മൂലമാണ് ഇരുവരും മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അച്ഛന്റെയും മകന്റെയും ശരീരത്തിൽ 1/2 ഡസനിലധികം മുറിവുകളും ഉണ്ടായിരുന്നു. കൊലപാതകങ്ങൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന ആവശ്യവുമായി ഇവരുടെ കുടുംബവും രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. ഹരിയാനയിലെ ഒരു ഫ്ളാറ്റിൽ നിസാര കാരണത്തെ ചൊല്ലി നടന്ന തർക്കത്തിനൊടുവിൽ കൊല്ലപ്പെട്ടത് 3 പേരാണ്. പ്രതി ഇരുമ്പ് വടികൊണ്ട് 3 പേരെയും ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2 സ്ത്രീകളും ഒരു പുരുഷനുമാണ് കൊല്ലപ്പെട്ടത്. വ്യക്തിപരമായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഹരിയാനയിലെ സോനിപത്തിലെ കുണ്ഡ്ലിയിലാണ് ഫ്ളാറ്റുകളിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി കൊല്ലപ്പെട്ട വിജയ്, ഭാര്യ സുനിത എന്നിവരും സമീപത്തെ ഫ്ളാറ്റിലെ ബ്രഹ്മപ്രകാശ് എന്നയാളുമായി തർക്കത്തിലാവുകയായിരുന്നു. തർക്കം കേട്ട് സ്ഥലത്തേക്ക് ഓടിയെത്തിയതായിരുന്നു മറ്റൊരു ഫ്ളാറ്റിലെ താമസക്കാരിയായ 32-കാരിയായ സ്വാതി. ആദ്യം വാക്കുതർക്കത്തിൽ തുടങ്ങിയ പ്രശ്നം പിന്നീട് കൂടുതൽ സംഘർഷത്തിലേക്കെത്തി. ബഹളത്തിനിടയിൽ ബ്രഹ്മപ്രകാശ് ഇരുമ്പ് വടിയും കത്തിയും ഉപയോഗിച്ച് 3 പേരെയും ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 പേരും സംഭവസ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീണു.
പിന്നീട് ഫ്ളാറ്റിലെ മറ്റു താമസക്കാർ അവിടേക്ക് എത്തുമ്പോഴേക്കും 3 പേരും മരണപ്പെട്ടിരുന്നു. ഒരു ചെറിയ തർക്കം ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല എന്നാണ് വിജയുടെയും സുനിതയുടെയും മകൾ പിന്നീട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. സംഭവം നടന്ന ഉടനെ തന്നെ പ്രതിയായ ബ്രഹ്മപ്രകാശ് സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് കുണ്ഡലി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളൊരു സ്ഥിരം മദ്യപാനിയാണെന്നാണ് പ്രദേശവാസികളുടെ ഒക്കെ തന്നെ പ്രതികരണം. പ്രതിയെ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കൃത്യമായ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ്. കൊല്ലപ്പെട്ട ആളുകളും പ്രതിയും തമ്മിൽ മുൻപേ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൊലപാതകത്തെപ്പറ്റി വ്യക്തമായൊരു ചിത്രം പോലീസിന് ലഭിക്കും. ട്വന്റി അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.